അതിപ്പോ ഇവിടുത്തെ ഒരു രീതി വെച്ച് അവര് കഞ്ചാവെന്നൊക്കെയാണ് പറയുന്നത് കേട്ടാ. ഇപ്പൊ പയ്യന്മാരല്ലേ, ഇപ്പൊ കൂടുതലും അതൊക്കെ ആയിരിക്കും. ഇതിന് ഇതേപോലെ വേറെ സ്ഥലത്തും ഇതേപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് അവർക്ക് അറിയാം, ഹെൽമെറ്റ് വെച്ച രണ്ട് പയ്യന്മാരാ. അപ്പൊ ഇത് ഇവിടെയും CCTV ചെക്ക് ചെയ്തതിന് ശേഷം അവർ കൺഫേം ആയി ഇത് മറ്റേ ടീമിന് സെയിം അന്ന്. പ്രൊഫഷണൽ കള്ളന്മാരാണോ അതോ വേറെ പിള്ളേരാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. സംഭവം ശരിക്കും അവര് രണ്ടുപേരുണ്ടായിരുന്നു. വെളുപ്പിനായിരുന്നു, ഒരു 2:30 ആ സമയത്തായിരുന്നു. ഒരു ഷർട്ട് തല്ലി പൊട്ടിക്കുകയായിരുന്നു. പൊട്ടിച്ചിട്ട് കയറി. പിന്നെ അവിടെ പൈസ ഉണ്ടായിരുന്നു, ഒരു 1000 രൂപയോളം പൈസ ഉണ്ടായിരുന്നു. പിന്നെ കൂളറിൽ ഇരുന്ന ചോക്ലേറ്റ് ഒരു 4 ബോക്സ് ഫുള്ള് ബോക്സ് അത് കൊണ്ടുപോയി. പിന്നെ കൂളറിനകത്ത് ജ്യൂസും ഉണ്ടായിരുന്നു, ജ്യൂസെല്ലാം എടുത്ത് എല്ലാം കൊണ്ടുപോയി. കേക്ക് ഇല്ലായിരുന്നു, കേക്കൊന്നും ഇത് ആദ്യമായിട്ടുള്ള സംഭവമാണോ അതോ? ഇവിടെ ഞാൻ വന്നിട്ട് ആദ്യമാണ്. ഞാൻ ഇവിടെ 3 വർഷം. കട ഇവിടെ ശാന്തമ്മ എന്ന് പറയുന്ന വാഴക്കാരാണ്. ഇല്ല, ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ല. എനിക്കിവിടെ അങ്ങനെ ആരെയും പരിചയമില്ല, എത്തോണ്ട് വലിയ പിടിയില്ല. അല്ല, ഇതിപ്പോ നമ്മളിപ്പോ പൊതുവെ ഒരു മോഷണം എന്നൊക്കെ പറയുമ്പോ കുറച്ച് ക്യാഷ് ഒക്കെ അല്ലേ നമ്മൾ കൂടുതലായിട്ട് എടുക്കുക, അങ്ങനെയാണല്ലോ പൊതുവെ കാണാറ്. പക്ഷെ ഇതിപ്പോ ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തു എന്നൊക്കെ പറയുമ്പോ അതിപ്പോ ഇവിടുത്തെ ഒരു രീതി വെച്ച് അവര് കഞ്ചാവെന്നൊക്കെയാണ് പറയുന്നത് കേട്ടാ. ഇപ്പൊ പയ്യന്മാരല്ലേ, ഇപ്പൊ കൂടുതലും അതൊക്കെ ആയിരിക്കും. ഇതിപ്പോ ഇതിന്റെ പുറകിൽ നിന്നിപ്പോ ആരെങ്കിലും നിങ്ങൾക്ക് വല്ല ശത്രുക്കളോ അങ്ങനെ വല്ലതോ? അങ്ങനെ ഇവിടെ അങ്ങനെ ഇല്ല. സംശയമായിട്ട് എനിക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ, അതെനിക്ക് അറിയത്തില്ല. രാവിലെ ഷോപ്പ് ഞാൻ ഒരു 8:45 കഴിഞ്ഞപ്പോഴാണ് വന്നത്. നോക്കുമ്പോഴത്തേക്ക് പകുതി തുറന്നു കിടക്കുമായിരുന്നു. പൂട്ട് പൊട്ടിച്ച് ഉണ്ടായിരുന്നു. തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ഡ്രോയർ രണ്ടും തുറന്നിട്ടിട്ട് സാധനങ്ങളെല്ലാം പുറത്ത് വലിച്ചു വാരിയിട്ടേക്കുന്ന ഇത് സാഹചര്യത്തിലായിരുന്നു. അപ്പൊ തന്നെ പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പോലീസിനെ ഇവിടുത്തെ മെമ്പറാണ്. മെമ്പർ അറിയിച്ചു. പെട്ടെന്ന് ഓണറിനെ വിളിച്ച് പറഞ്ഞു. അപ്പം ഇതേപോലെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ നമ്മളെ CCTV ക്യാമറയുടെ ആള് വന്ന് അത് ഫുട്ടേജ് എടുക്കാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പൊ മെമ്പർ വന്നപ്പോഴത്തേക്ക് പിന്നെ പോലീസിനെ അറിയിക്കാൻ പറഞ്ഞ അങ്ങനെ പോലീസിനെ വിളിച്ച് അങ്ങനെ പോലീസ് വന്നപ്പോഴത്തേക്ക് തെളിവെല്ലാം എടുത്ത് അത് അപ്പൊ കിട്ടിയില്ല. പിന്നെയാണ് ഉച്ച കഴിഞ്ഞിട്ടാണ് ആള് വന്നത്, ക്യാമറയുടെ ആള് വന്നത്. എന്നിട്ട് അത് എടുത്ത് തന്നെ കൊടുത്തു, മെമ്പറിനെ കൊടുത്തപ്പോ മെമ്പർ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. വന്ന് എല്ലാം നോക്കി ഒരു നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നോട്ട് ചെയ്തിട്ട് അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ ഇവര് പറയുന്നുണ്ടായിരുന്നു പോലീസ്, ഇതിന് ഇതേപോലെ വേറെ സ്ഥലത്തും ഇതേപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം അവർക്ക് അറിയാം, ഹെൽമെറ്റ് വെച്ച രണ്ട് പയ്യന്മാരാ. അപ്പൊ ഇത് ഇവിടെയും CCTV ചെക്ക് ചെയ്തതിന് ശേഷം അവർ കൺഫേം ആയി ഇത് മറ്റേ ടീമിന് സെയിം അന്ന്. അതിനെ കുറിച്ചൊന്നും അവര് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു. ക്യാഷ് അതിപ്പോ നമുക്കറിയാൻ വയ്യ. ക്യാഷും അപ്പൊ കടയിൽ അവർ സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ ക്യാഷിനെ ക്യാഷും എടുക്കും. പിന്നെ കൂടുതലും ചോക്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളാണ് എടുക്കുന്നത്. ഞാൻ കട തുറക്കാനായിട്ട് രാവിലെ വന്നപ്പോഴാണ് അറിയുന്നത്. രാവിലെ വന്നപ്പോഴാണ്. സംശയം എന്ന് പറയാനായിട്ട് ഇങ്ങനെ സംശയം ഞങ്ങൾക്ക് ആർക്കും സംശയപ്പെടാനുള്ള സാഹചര്യമല്ല. കാരണം ഇവിടെയുള്ള അവിടെ വീഡിയോ എടുത്തപ്പോ തന്നെ വേറെ അങ്ങനെയുള്ള പിള്ളേരാണ് ഹെൽമെറ്റ് ഒക്കെ വെച്ച്, നമുക്കറിയില്ല അതെങ്ങനെയാണെന്നുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് അറിയുന്നത്. പിന്നെ കാണാനായിട്ട് അതിനകത്ത് വലിയ അത്രയ്ക്ക് നഷ്ടപ്പെടാനൊന്നും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു.
എന്താണെന്ന് പിന്നെ ഇത് എടുത്തിട്ടും പോലീസുകാർ വന്നിട്ടും എങ്ങനെയാണെന്നുള്ള വിശദമായ വിവരമൊന്നും അറിയത്തില്ല. പോലീസുകാര് വന്നിട്ടുണ്ടായിരുന്നു. പോലീസുകാർ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രകാരം ക്യാമറ ചെക്ക് ചെയ്യാനായിട്ടും മറ്റേത് കാണാനൊക്കെ ആയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രൊസീജിയർ കഴിഞ്ഞ് അവർ പോയി എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ ഒന്നും അറിയില്ല. ഈ അടുത്തുള്ള കടക്കാരെല്ലാരും ഉണ്ടായിരുന്നു. രാവിലെ വന്നിട്ട് ഇവ പയ്യൻ ഇവിടെ വന്ന് തുറക്കാൻ വന്നപ്പോഴാണ് ഇങ്ങനെ താഴെ പൊട്ടിച്ചിട്ടേക്കുന്നത് കണ്ടത്. അല്ല ചേട്ടാ, ഇതിനു മുമ്പ് ഈ പരിസരത്തോ അങ്ങനെ ഇതിന് മുമ്പ് കടവഴി ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇപ്പൊ നമ്മളിപ്പോ പൊതുവെ ഇതിപ്പോ ഈ മഴയെന്ന് വന്ന സാഹചര്യത്തിൽ ചിലപ്പോ എന്താണെന്നറിയില്ല. ഇനിയിപ്പം പ്രൊഫഷണൽ കള്ളന്മാരാണോ അതോ വേറെ പിള്ളേരാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അവര് ഇപ്പൊ ക്യാഷ് എന്നുള്ള രീതിയിൽ അത്ര തുകയൊന്നുമില്ല. കാരണം ഇതിനെപ്പറ്റി അറിയാവുന്നവരാണെങ്കിൽ വരികയില്ല, കട കയറിയല്ല. ചോക്ലേറ്റ്സ് ഒക്കെ ചോക്ലേറ്റ് വ്യത്യസ്തമായിട്ടുള്ള ഒരു മോശമായിപ്പോയി. പിന്നെ കുറെ ചില്ലറ വേറെ കണ്ട് പൈസ, പിന്നെ കുറെ ചോക്ലേറ്റുകൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു. അവരതെടുത്ത് ഇവിടെ ഇരുന്ന് കഴിക്കുമായിരുന്നു പറഞ്ഞു എന്നുള്ള രീതിയിൽ. അപ്പൊ അല്ല, ഈ കടയുടെ മുമ്പിൽ നിന്ന് കഴിക്കുമ്പോ നമുക്ക് CCTV ചെക്ക് ചെയ്ത മുഖം കാണാൻ പറ്റില്ലായിരുന്നു? ഇതിന്റെ മുമ്പിലല്ല, ഇവിടുന്ന് കണ്ട് മാറിയിരുന്ന കഴിച്ചത്. അത് കടലാസുകൾ ഇവിടെ കിടന്ന്, അതിന്റെ മുട്ടായിയുടെ കടലാസുകൾ, ചോക്ലേറ്റിന്റെ കവറുകൾ വ്യത്യസ്തമായ മോഷണ മോഷണ ശ്രമമായിരുന്നു. അതൊന്നും കിട്ടിയില്ല അവർക്ക്.